നമസ്കാരം. പവനായിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വിഭവം ബീഫ് ചോപ്സ് ആണ്. അതിന് എന്തെല്ലാം വേണം എന്നുള്ളത് നമുക്ക് ആദ്യമേ പരിചയപ്പെടാം. മൂപ്പ് കുറഞ്ഞ ബീഫ് ശകലം വീതിക്ക് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കുക, ഇതേപോലെ. പിന്നീട് വേണ്ടത് ഉപ്പ് ആവശ്യത്തിനുള്ളത്, 8 ചുമന്ന മുളക്, 8 എണ്ണമാണ്. 1 കിലോ ബീഫിന് 8 എണ്ണമാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, പെരുംജീരകം 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ഗ്രാമ്പൂ 8 എണ്ണം, 2 ചെറുനാരങ്ങ, ഒരു 2 പീസ് കറുകപ്പട്ടയും കൂടി വേണം, 4 സവാള, ഇത് വഴറ്റിയെടുക്കാനും 4 എണ്ണം അരച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ 8 എണ്ണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനിയും ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിരുന്ന 8 മുളക് അത് പീസാക്കി അതോടൊപ്പം ഗ്രാമ്പൂ, കറുവപ്പട്ട, പെരുംജീരകം, ജീരകം ഇവ എല്ലാം കൂടി നല്ലതുപോലെ വറുത്തെടുക്കുക. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഇനി നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പം നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. അതായത് കണ്ടില്ലേ, പൗഡർ പോലെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള ഇത് അരച്ചെടുക്കാൻ കൊണ്ടുള്ളതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഈ 4 സവാളയും കൂടി നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 4 സവാളയും അരച്ചെടുത്തിരിക്കുകയാണ്. അതായത് കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇത് ചപ്പാത്തിയുടെ റോളാണ്, ചപ്പാത്തി പരത്തുന്ന റോളാണ്. കത്തി ഉപയോഗിക്കുന്നവർ കത്തിയുടെ ചെവിട് കൊണ്ടായാലും മതി. അതിൻ്റെ പിടി കൊണ്ട് ഒന്ന് ഇടിച്ച് ഇതൊന്ന് ചതച്ചെടുക്കുക. നല്ലതുപോലെ എല്ലാ പീസും ഒന്ന് ഇടിച്ച് ഇതൊന്ന് ചതച്ചെടുക്കണം. മസാല പിടിക്കാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പീസും ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുക്കുക. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ 4 സവാള അരച്ച് വെച്ചിരിക്കുന്ന അതോടൊപ്പം അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പും അതോടൊപ്പം 4 ടീസ്പൂൺ നാരങ്ങാനീരും നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായത് കണ്ടില്ലേ, ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യും. ഇനിയും പീസാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ മസാല പുരട്ടി കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വയ്ക്കണം. 2 മണിക്കൂറിന് മുകളിൽ വയ്ക്കണം, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വയ്ക്കണം. അപ്പോൾ നമ്മൾ ബീഫിൽ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇതെടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്കിന് നമുക്ക് സവാള ഇനിയൊന്ന് വഴട്ടിയെടുക്കണം. ഇനിയും ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സവാള നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. ഇതേപോലെ സവാള നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. ഇങ്ങനെ വഴട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഈ എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. ഇത് ഒരിക്കലൊന്ന് തിരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് വറുത്തെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ബീഫും നമ്മളിപ്പോൾ വറുത്തെടുത്തിരിക്കുകയാണ്. ഇനിയും ചെയ്യാനുള്ളത്, ഇങ്ങനെ വറുത്തെടുത്ത ബീഫ് നമ്മൾ ഒരു കുക്കറിലേക്കിട്ട് അതോടൊപ്പം നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന സവാളയും അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ ആദ്യമേ ബീഫിൽ മുക്കി വെച്ചിരുന്ന മസാലയുടെ ബാലൻസും കൂടി ചേർത്ത് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക.
ഈ ബീഫിനോടൊപ്പം തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനി ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ബീഫ് ചോപ്സ് റെഡി ആയിരിക്കുകയാണ്. അതായത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് വളരെ ഗ്രേവി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ബൈ.